പത്തനംതിട്ട വെട്ടൂർ ആയിരവില്ലൻ ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ച നടക്കുന്ന വയൽ സംരക്ഷിക്കാൻ നാട്ടുകാർ ഒത്തുകൂടി. വയൽ വാങ്ങിയതോടെ തരിശിടമാക്കാൻ മടിച്ച നെൽകൃഷിയും ഇറക്കി. ഇനി പ്രാദേശിക ബ്രാൻഡിൽ നെൽ വിപണിയിൽ ഇറക്കാനാണ് ആലോചന. കേരളത്തിലെ ഏറ്റവും വലിയ എടുപ്പുകുതിര അണിനിരക്കുന്നത് പത്തനംതിട്ടയിലെ വെട്ടൂർ ആയിരവില്ലൻ ക്ഷേത്രത്തിലാണ്. പക്ഷേ ഒരു പ്രശ്നം, കെട്ടുകാഴ്ച നടക്കുന്ന വയൽ ഇല്ലാതെയാകാൻ പോകുന്നു. പിന്നെ രണ്ടാമതൊന്ന് ആലോചിച്ചില്ല. ചെറുപ്പക്കാരും നാട്ടുകാരും ഒത്തുചേർന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ചെറുതും വലുതുമായ സംഭാവനകളിലൂടെ പണം കണ്ടെത്തി. കിട്ടിയ പണം ഉപയോഗിച്ച് വയലും വാങ്ങി. ഇനിയിപ്പോൾ കെട്ടുകാഴ്ച നടത്താനുള്ള വയൽ നഷ്ടമാകുമെന്ന ഭയമില്ല. പക്ഷെ കെട്ടുകാഴ്ച വർഷത്തിൽ ഒരിക്കലല്ലേ നടക്കൂ. ബാക്കിയുള്ള സമയം വയൽ എന്തു ചെയ്യും? വയൽ കൃഷി ചെയ്യാനുള്ളതല്ലേ. അതിനും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇനി ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കെട്ടുകാഴ്ച നടക്കുന്ന ബാക്കിയുള്ള വയലുകൾ തരിശായിട്ട് കിടപ്പുണ്ട്. അത് വരും വർഷത്തിൽ ആ വസ്തു ഉടമകളുടെ സമ്മതത്തോടു കൂടിയിട്ട് അവിടെ കൂടി കൃഷി ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ നെൽകൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചു. വാങ്ങിയ 1 ഹെക്ടർ വയലിനു പുറമെ തൊട്ടു ചേർന്ന് കിടന്ന തരിശുനിലവും പാട്ടത്തിനെടുത്തു. 2024 ഒക്ടോബർ പകുതിയോടെയാണ് വിത്ത് വിതച്ചത്. ഉമായിനത്തിൽപ്പെട്ട വിത്തും തിരഞ്ഞെടുത്തു. കെട്ടുകാഴ്ചയ്ക്കായി ഇറങ്ങിത്തിരിച്ച സംഘം നാടിന് നഷ്ടപ്പെട്ട കാർഷിക സമൃദ്ധിയിൽ തിരികെ എത്തി നിന്നു. ഒരു 4.5 ഏക്കറോളം സ്ഥലത്ത് നമ്മളിപ്പോൾ ചെയ്തു. നമുക്കൊരു അത്യാവശ്യം ഒരു 6 ടൺ വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് കൊടുക്കുകയാണ് നെല്ലുകളെല്ലാം. കള പറിക്കാനും ഞാറു നടുവാനും വയലൊരുക്കുവാനും വെട്ടൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർ തന്നെ മുന്നിട്ട് നിന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കൃഷി ചെയ്തിട്ടില്ലാത്തവരും ഇവിടെ കർഷകരായി. ഒത്തൊരുമയിൽ പൊന്നു വിളഞ്ഞു. കൊയ്ത്തുത്സവവും നടന്നു. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി എടുത്ത നെല്ല് കറ്റ ആയിരവില്ലൻ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. നെല്ല് വരും ദിവസങ്ങളിൽ സപ്ലൈകോയിലേക്ക് നൽകാനാണ് തീരുമാനം. പ്രത്യേക ബ്രാൻഡ് വിപണിയിൽ ഇറക്കിയാലോ എന്ന ആലോചനയുമുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.